രാഹുൽ ഗാന്ധി നയിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടി പരാജയപ്പെട്ടു. ദീർഘകാലം 60 വർഷത്തോളം ഡൽഹി പറഞ്ഞ രാജ്യം ഭരിച്ച പാർട്ടി, ദീർഘകാലം ഡൽഹി സംസ്ഥാനം ഭരിച്ച പാർട്ടി, അതിൻ്റെ നേതാവ് നേരിട്ടിറങ്ങിയാണ് ഈ യുദ്ധവും നയിച്ചത്. രാഹുൽ ഗാന്ധി കോൺഗ്രസ് അപ്രസക്തമായോ എന്ന് ഞാൻ ചോദിക്കത്തില്ല. രാഹുൽ ഗാന്ധി അപ്രസക്തമായോ? രാഹുൽ ഗാന്ധിയുടെ മാർക്ക് 0 രാഹുൽ ഗാന്ധി ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൊക്കെ ഇപ്പോൾ കേരളത്തിൽ നിന്ന് ജയിച്ചു എന്നത് നമുക്ക് മാറ്റിവെക്കാം. ഉത്തർപ്രദേശിൽ അദ്ദേഹം ജയിച്ചു എന്നുള്ളതും നമുക്ക് മാറ്റിവെക്കാവുന്നതാണ്. കാരണം അതൊരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വിജയമാണ്. മാത്രമല്ല, ഒരു നേതാവ് ഒരു നിയമമണ്ഡലത്തിൽ ജയിക്കുന്നു എന്ന് പറയുന്നത്, തോൽക്കുന്നു എന്ന് പറയുന്നതും വലിയ കാര്യമല്ല ശരിക്കും പറഞ്ഞ്. പക്ഷേ തോൽക്കുന്നതിന് എപ്പോഴും കൂടുതൽ വാർത്താ പ്രാധാന്യവും അതുപോലെ തന്നെ അനാലിസിസിന് കൂടുതൽ സാധ്യതകളുമുള്ളതാണ്. ജയിക്കൽ സ്വാഭാവികമായിട്ടൊരു നേതാവിനെ ഏതെങ്കിലും നിയമമണ്ഡലത്തിൽ ജയിക്കാം. പക്ഷേ പ്രശ്നം ഇവിടെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ നയിക്കുന്നതിൽ രാഹുൽ ഗാന്ധിക്ക് എന്ത് പൊട്ടൻഷ്യലാണുള്ളത് എന്ന ക്വസ്റ്റ്യനാണ് പൊതുവായിട്ട് ഉയർന്നു വരുന്നത്. അത് നമ്മൾ ഈ കാണുന്ന റിസൾട്ടുകളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, അദ്ദേഹത്തിന് ഇന്ത്യൻ രാഷ്ട്രീയത്തെ നയിക്കാനായിട്ടുള്ള ശേഷിയില്ല എന്നുള്ളതാണ്. കാരണം പല പ്രവർത്തനങ്ങളും അദ്ദേഹം നടത്തുന്ന സമയത്ത് ഞാനൊക്കെ പലപ്പോഴും കരുതിയിരുന്ന ചില മേഖലകളിൽ അദ്ദേഹത്തിന് ചില പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് കരുതിയിരുന്നു. പക്ഷേ അതൊരിക്കലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ മേധാവിത്വത്തെ ഉറപ്പുവരുത്തുന്നതല്ല. എന്നുവെച്ചാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിനെ നയിക്കാനുള്ള കെൽപ്പ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പ് ഇത് വളരെ ഗൗരവമുള്ള തെരഞ്ഞെടുപ്പായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതേപോലെ തന്നെ അതിന് ബദലായിട്ട് ഉയർന്നു വന്ന ആം ആദ്മി പാർട്ടിയുടെ നേതാവ് കേജ്രിവാളും, പിന്നെ വളരെ കാലമായിട്ട് ഇന്ത്യ ഭരിച്ച, ഇനിയും തുടർന്ന് ഭരിക്കും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നതായിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള മത്സരം. ആ മത്സരത്തിൽ രാഹുൽ ഗാന്ധിയുടെ പൊസിഷൻ 3-ാം സ്ഥാനമാണ്. അതാണ് പ്രശ്നം. ഇപ്പോൾ ഡൽഹി പോലെയുള്ള ഒരു പ്രദേശത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഗൗരവം എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അത് രാഹുലിനറിയാം, രാഹുലിൻ്റെ പാർട്ടിക്കൊക്കെ അറിയാം. അതുകൊണ്ടാണ് അവിടെ ആ തെരഞ്ഞെടുപ്പ് വലിയ പ്രാധാന്യമായിട്ട് മാറിയത്. പക്ഷേ പ്രശ്നം എന്താണ്? ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ വീണുടഞ്ഞു ആ നേതൃത്വ കഴിവ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു സഖ്യമുണ്ടാക്കി മുന്നോട്ട് പോകുന്ന സമയത്ത് അതിലൊരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയായിട്ടുള്ള ആപ്പും കോൺഗ്രസും തമ്മിൽ പരസ്പരം മത്സരിക്കുന്നത് രാഷ്ട്രീയമായി ശരിയാണോ എന്ന ചോദ്യമാണല്ലോ ഒന്നാമത്തെ ചോദ്യം. ആ ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം കണ്ടെത്തുന്നതിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടു. അല്ല, അവിടെ ഒരു പ്രശ്നമുണ്ട്. രാഹുൽ ഗാന്ധിയുമായി മുന്നണി വേണ്ട എന്ന് തീരുമാനിച്ചത് ആപ്പാണ്. കാരണം അവർക്കറിയാം കോൺഗ്രസ് അവിടെ ഇല്ലാത്ത ഒരു പാർട്ടിയുമായി, ഒരു ശക്തിയുമില്ലാത്ത ഒരു പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയാൽ കുറേ സീറ്റ് അവർക്ക് കൊടുക്കേണ്ടി വരും. ഞങ്ങളുടെ ചെലവിൽ അങ്ങനെ നിങ്ങൾ MLA-മാരെ ഉണ്ടാക്കണ്ട എന്ന് ആപ്പ് തീരുമാനിച്ചാൽ അത് പ്രായോഗിക ബുദ്ധിയാണ്. ആപ്പിൻ്റെ പ്രായോഗിക ബുദ്ധിയാണ്. കോൺഗ്രസ് അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടത്? കോൺഗ്രസിൻ്റെ ശക്തി കോൺഗ്രസിനെ അറിയാമല്ലോ. മത്സരിച്ച് തങ്ങളിങ്ങനെ ഇത്രമാത്രം ദരിദ്രരാണ് എന്ന് തെളിയിക്കുന്നതിന് പകരമായിട്ട് വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ആപ്പിന് ഒരു പരിധിയുമില്ലാത്ത തരത്തിൽ പിന്തുണ ഡൽഹിയിൽ മത്സരിക്കാൻ പോലും ശേഷിയില്ലാത്ത പാർട്ടി എന്നുള്ള പരിദോഷം വന്ന് വീഴും. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തൊരു പൊളിറ്റിക്കൽ റിയാലിറ്റി ഉണ്ടല്ലേ. കഴിവില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കഴിവില്ല, പണി നിർത്തണം, ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? അത് ആ നിസ്സഹായാവസ്ഥയാണ് ശരിക്കും കോൺഗ്രസ് സത്യത്തിൽ. കോൺഗ്രസിനാണോ രാഹുൽ ഗാന്ധിക്കാണോ പ്രസക്തി നഷ്ടപ്പെടുന്നത്? അല്ല, കോൺഗ്രസിന് ഇത് രണ്ടിനും പ്രസക്തി നഷ്ടപ്പെടില്ല. കാരണം അങ്ങനെ പറയാൻ പറ്റുമോ? കോൺഗ്രസ് ഇപ്പോഴും രാജ്യത്ത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ പ്രസൻസ് ഉള്ള ഏക പ്രതിപക്ഷ പാർട്ടി കോൺഗ്രസ്സാണ്. കോൺഗ്രസ് ഇപ്പോഴും ഉണ്ട്. പക്ഷേ അതിൻ്റെ നേതൃത്വത്തിൻ്റെ ഒരു ഗുണം കൊണ്ടല്ലേ ഈ പാർട്ടി ഇങ്ങനെ ആയിരിക്കുന്നത്? അല്ല, നേതൃത്വത്തിന് എന്തായാലും ശേഷിയില്ലെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അതാണല്ലോ. അതായത് നമ്മളിപ്പോൾ ജനാധിപത്യത്തിൽ എപ്പോഴും ദർ ഈസ് എ സ്പേസ് ഫോർ ദ പ്രതിപക്ഷത്തിന് എപ്പോഴും ഒരു സാധ്യത എല്ലാ സ്ഥാനത്തിനകത്തും ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കും. ആ സ്പേസ് കൃത്യമായി യൂട്ടിലൈസ് ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് മാത്രം നിലനിൽക്കാനായിട്ട് കഴിയും. ഡൽഹിയിൽ ഇപ്പം എന്ത് തെളിഞ്ഞ്? ഡൽഹിയിൽ ബി ജെ പി കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിരിക്കുന്നത് ആപ്പാണല്ലോ. കോൺഗ്രസ്സിന് അവിടെ സ്പേസ് ഇല്ല. അങ്ങനെ കോൺഗ്രസ്സിന് സ്പേസ് ഇല്ലാതെ ഓരോ സംസ്ഥാനങ്ങൾ മാറിപ്പോയി കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ പ്രസക്തിയും നഷ്ടമാകും. അല്ല, ഇത്രമാത്രം പരാജയങ്ങൾ സമ്മാനിച്ച, തെരഞ്ഞെടുപ്പ് നയിച്ചിട്ട് ഇത്രമാത്രം പരാജയങ്ങൾ സമ്മാനിച്ച ഒരു നേതാവിനെ എന്തിനാണ് കോൺഗ്രസ് ഇനി ചുമക്കുന്നത്? അല്ല, കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ആരാണ്? കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഗാന്ധി കുടുംബം, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി. ഇനി അവരുമായി ചുറ്റി ബന്ധപ്പെട്ട് ആരെങ്കിലുമൊക്കെ ഇവർക്ക് സ്വയം മാറിക്കൂടെ? ഇവർ മാറണം, ഞങ്ങളാണ് ഇതിൻ്റെ മാറണം.
ബാധ്യത ഇവർ മൂന്നുപേരും മാറണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇവർ മൂന്നുപേരും മാറി കോൺഗ്രസ്സിൽ എത്രയോ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ അവരെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരികയും ആ നേതൃത്വം പരീക്ഷിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് കോൺഗ്രസ് മാറി. അവർ തയ്യാറാവോ? തയ്യാറല്ല. അവർ തയ്യാറല്ല എന്ന് മാത്രമല്ല അവരുടെ അണികളും തയ്യാറല്ല. നമ്മൾ ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാരെ കാണാറില്ല. ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാർ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഡൈനാസ്റ്റി പൊളിറ്റിക്സിനെ തന്നെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നത് വേറെ ഗതിയില്ലാത്തതുകൊണ്ടില്ല. ഇവർ മാറിക്കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാരൊക്കെ ആ നേതൃത്വത്തെ അംഗീകരിച്ച് പകരം വരുന്നതിന് അംഗീകരിക്കും. അല്ല, ഇവർ മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കോൺഗ്രസ്സിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കൾ കടന്നു വരാനുള്ള സാധ്യത വിയോജിപ്പുണ്ട്. മാഷ പറയുന്നത് വിയോജിപ്പുണ്ട്. കോൺഗ്രസ്സിൽ ഈ പറഞ്ഞ 3 പേരല്ലാതെ വേറെ ഏത് പേരാ? KC വേണുഗോപാലോ, ഖാർഗെയോ? അല്ല, ഞാൻ വേറെ ആരുണ്ട് ഓൾ ഇന്ത്യ ഫിഗർ എന്ന നിലയിൽ പ്രൊജക്റ്റ് ചെയ്യാൻ? നേരത്തെ നമ്മൾ ഒരു ടോക്കിൽ നമ്മൾ സംസാരിച്ചല്ലോ, BJP എടുക്കുന്ന ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് മോദിക്ക് ശേഷം ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ, തേർഡ് ലെയർ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. കോൺഗ്രസ് ഒരിക്കലും ചെയ്യുന്നില്ല. ഞങ്ങൾ 3 അല്ലാതെ മറ്റാരും വേണ്ട ഒരു നാഷണൽ ഫിഗർ എന്നല്ലേ ഇവർ തീരുമാനിക്കുന്നത്. അവരങ്ങനെ തീരുമാനിച്ചതല്ലേ എൻ്റെ പരാജയം. മുൻകാലങ്ങളിൽ പറ്റുമായിരുന്നത്, കാരണം നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള 15 വർഷക്കാലം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഏകകക്ഷി ഭരണത്തിലായിരുന്നു, കോൺഗ്രസിൻ്റെ ഭരണമായിരുന്നു. ആ സമയത്ത് ഡൈനാസ്റ്റി പൊളിറ്റിക്സിന് പോസിബിലിറ്റി ഉണ്ട്. നെഹ്റുവിന് വരാം, നെഹ്റുവിൻ്റെ മകൾക്ക് വരാം, ഇന്ദിരാഗാന്ധിയുടെ മക്കൾക്ക് വരാം. പക്ഷേ ഇപ്പോൾ പുറത്താണ്, പ്രതിപക്ഷത്താണ്. ഫൈറ്റ് ചെയ്ത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അധികാരത്തിലേക്ക് വരാൻ പറ്റുള്ളൂ. അതിന് ഫൈറ്റിംഗ് ഫോഴ്സിനെ പ്രസൻറ്റ് ചെയ്യണം. ഫൈറ്റിംഗ് ഫോഴ്സ് പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ ഇവരുടെ ഡൈനാസ്റ്റി പൊളിറ്റിക്സ് അതിന് പറ്റുന്നതല്ല എന്ന തിരിച്ചറിവ് അവർക്കുണ്ടാവണം. അധികാരം നഷ്ടപ്പെടുത്താതെ തന്നെ അവർക്ക് പുറത്തിറങ്ങി തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്നിട്ട് പ്രവർത്തിക്കാം. അപ്പോൾ ഒരു പ്രശ്നം വരും. അങ്ങനെ ഉയർന്നു വരുന്ന നേതാക്കളെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ വിട്ടാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മൻമോഹൻ സിംഗിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്. അയാളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലത്താനെ എടുത്താനെ എന്നൊക്കെ പറഞ്ഞിരുത്തി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സ്വതന്ത്രമായി പ്രവർത്തിച്ച ഒരാളാണ് നരസിംഹറാവു. അതുകൊണ്ട് നരസിംഹറാവുവിൻ്റെ ചിത്രം പോലും AICC ഓഫീസിൽ വെച്ചിട്ടില്ല. അത് ശരിയാണ്. ഇതാണ് പ്രശ്നം. ഇത് ഞാൻ പറയുന്ന അധികാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കോക്കസ് രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമാണ്. അത് പൊളിഞ്ഞു വീഴാതെ അവർക്ക് ഒരു പ്രതിപക്ഷമായിട്ട് പോലും കൃത്യമായി പ്രവർത്തിക്കാൻ. എന്താണ് കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും സംഭവിക്കാൻ പോകുന്നത്? അല്ല, അതിങ്ങനെയൊക്കെ തന്നെ പോകും. നമ്മൾ വിചാരിക്കുന്നമാരെ വളരെ റവല്യൂഷണറി റാഡിക്കലായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പോസിബിലിറ്റിയെക്കുറിച്ച് ചിന്തിക്കാൻ ഇവർക്ക് പറ്റും എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. കാരണം ഇവരെ കേന്ദ്രീകരിച്ച് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്നത്. ഇപ്പോൾ KC വേണുഗോപാലിനെ കുറിച്ച് പറഞ്ഞു. അതെന്താണ്, ഇവരുടെ ഒരു അടുക്കള രാഷ്ട്രീയത്തിൻ്റെ നടത്തിപ്പുകാരൻ. അയാൾ അതിൻ്റെ മാനേജറാണ്. അല്ലാണ്ടെന്താണ് ഇവർ എങ്ങനെ പൊളിറ്റിക്സ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്യണം എനിക്ക് മനസ്സിലാവുന്നില്ല. അയാളോട് ഇപ്പോൾ കേരളത്തിൽ അധികാരത്തിൽ വരും എന്ന് കരുതപ്പെടുന്നുണ്ട് അടുത്ത കാരണം മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആളാണ് KC വേണുഗോപാൽ. അതെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡാണല്ല, ജനാധിപത്യമല്ല. കേരളത്തിൽ സതീശനും രമേശനും മാറി നിൽക്ക്, വേണു ആവട്ടെ എന്ന് ഹൈക്കമാൻഡ് പറഞ്ഞാൽ വേണു ആവില്ലേ? അതാണല്ലോ ഇപ്പോൾ ഇതുവരെ തുടർന്നു പോയിരുന്ന പ്രക്രിയ എന്ന് പറഞ്ഞാൽ അതാണല്ലോ. അങ്ങനെ വരുമ്പോൾ എന്താണ് അതിൻ്റെ രാഷ്ട്രീയം എനിക്കത് മനസ്സിലാവാറില്ല. അധികാരം കയ്യിലിരിക്കുന്ന സമയത്ത് അത് പ്രാവർത്തികമാണ്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് അധികാരമുണ്ട്, അവർ തീരുമാനിക്കുന്നു, നടപ്പിലാകും. പക്ഷേ അധികാരം കൈവിട്ട് പോയിടങ്ങളിലുള്ള സ്ഥിതി എന്താണ്? ഒരു സ്ഥലത്തും തിരിച്ചു വരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ ഡൽഹിയിലെ പരാജയം കൂടി വന്നതുകൂടി ഇന്ത്യ മുന്നണി, ആ മുന്നണി തന്നെ ഇല്ലയെന്ന് ഒമർ അബ്ദുള്ള മുതൽ സകലരും പറയുന്നുണ്ട്. ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഒരു കമാൻഡിങ് വോയിസിന് ഇനി അവർക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യം, ഇന്ത്യ മുന്നണിക്കകത്ത് നിൽക്കുന്ന എല്ലാ പാർട്ടികൾക്കും ചെയ്യാവുന്ന കാര്യം, ഒറ്റക്കൊറ്റക്ക് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത്. ഇവർക്കൊക്കെ നല്ലൊരു കാര്യമുണ്ട് എനിക്ക് ഉപദേശിക്കാനുള്ളത്. അവർ ഈ കേന്ദ്രം എന്ന് പറയുന്നത് ഭരിക്കുന്നതിനെക്കുറിച്ച് സ്വപ്നം കാണാതിരിക്കുക. മമതാ ബാനർജി അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റാലിൻ വരെ വേണമെങ്കിൽ അത് ചെയ്യാനായിട്ട് തയ്യാറാണ് എന്ന നിലയ്ക്ക് അഖിലേഷ് യാദവ്, എല്ലാ ആളുകളും അങ്ങനെയാണ്. പക്ഷേ അവർക്കൊക്കെ അവരുടെ സ്പേസ് ഉണ്ട്. മമതയ്ക്ക് ബംഗാളി സ്പേസ് ഉണ്ട്, അവരത് നോക്കിയാൽ അല്ലേ? അല്ല, BJP ഇങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളും ഇനിയും തെരഞ്ഞെടുപ്പുകൾ വരുമല്ലോ, ഇങ്ങനെ എല്ലായിടത്തും വിജയം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷത്ത് നിൽക്കുന്ന പല കക്ഷികളും നാളെ ഇപ്പോൾ സ്റ്റാലിൻ്റെ പേര് പറഞ്ഞു, മമതയുടെ പേര് പറഞ്ഞു. മമത റെയിൽവേ മന്ത്രിയായിരുന്നു. സ്റ്റാലിൻ ഈ പറഞ്ഞ DMKയുടെ മന്ത്രിമാർ, ടെലികോം മന്ത്രി രാജ ഉൾപ്പെടെയുള്ളവർ BJP സർക്കാരിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ധ്രുവീകരണം ഉണ്ടാവാമോ? സാധ്യതയുണ്ടോ? അല്ല, ഇവർക്ക് ചെയ്യാവുന്ന കാര്യം അങ്ങനെ പൊളിറ്റിക്കൽ ധ്രുവീകരണം ഉണ്ടാകേണ്ട കാര്യമില്ല. ഉണ്ടാകുന്നതിനും ബുദ്ധിമുട്ടില്ല. 2 പോസിബിലിറ്റീസ് ഉണ്ട്. കാരണം അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ പോകുമല്ലോ. ഇവർ തീരുമാനിക്കാൻ ഞങ്ങൾക്ക് അതിൻ്റെ കൂടെ നന്നായി,
ഞങ്ങൾക്ക് ഇവിടുത്തെ ഒരു ഭരണം നല്ല മാതൃക വേറെ ഉണ്ട്. ഇവിടെ ഒഡീഷയിൽ നവീൻ പട്നായിക് എടുത്ത നിലപാട്. അതെ, അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ. പക്ഷെ അതുകൊണ്ട് പട്നായിക് ഗുണം പിടിച്ചോന്ന് ചോദിച്ചാൽ ഇല്ലല്ലോ. അല്ല, പട്നായിക് പക്ഷേ പട്നായിക് എല്ലാ കാര്യത്തിനും കേന്ദ്രത്തിനൊപ്പമായിരുന്നു പാർലമെന്റിൽ. അതെ, ഞാൻ പറയുന്നത് ഇവർക്കൊക്കെ ചെയ്യാവുന്നൊരു കാര്യമുണ്ട്. അവരവരുടെ സംസ്ഥാനങ്ങൾ മര്യാദക്ക് ഭരിക്കുക. ഈ കേന്ദ്രം ഭരിക്കാൻ പോകാൻ, കേന്ദ്രമായിട്ട് ഗുസ്തിക്കും പോകാണ്ടിരിക്കുക, അവിടെ പങ്കാളിത്തം വേണമെന്ന് പറയാണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവർക്കൊക്കെ ഒരു പൊളിറ്റിക്കൽ ഐഡന്റിറ്റി ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേന്ദ്രം കഴിവുള്ളവർ ഭരിക്കട്ടെ. രാഹുൽ കേന്ദ്ര ഭരണം എന്ന സ്വപ്നം ഉപേക്ഷിക്കണം. അല്ല, അദ്ദേഹത്തിൻ്റെ പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ബ്രാഞ്ചുകളുള്ള ഒരു പാർട്ടി എന്നാലൊക്കെ ആ പാർട്ടിക്ക് ഒരു പൊളിറ്റിക്കൽ സ്പേസ് ഉണ്ട്. അതെ, തീർച്ചയായും. ആ പൊളിറ്റിക്കൽ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. അതിനപ്പുറമുള്ള വ്യാമോഹങ്ങൾക്കൊന്നും പോകാണ്ടിരിക്കും. ഞാനല്ലാതെ മറ്റാരും വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ ഉപയോഗിക്കും? അത് മാത്രമല്ല, അവർക്കിപ്പോഴും അതൊക്കെ ചെയ്ത് നിൽക്കാം. കോൺഗ്രസ്സുകാർ അത് അംഗീകരിക്കുന്നിടത്തോളം കാലം. പക്ഷെ മറ്റ് കക്ഷികളെയൊക്കെ കൂട്ടിച്ചേർത്ത് ഇന്ത്യ മുന്നണിയൊക്കെ ഉണ്ടാക്കി ഇത് മറിക്കാൻ പ്രധാനമന്ത്രിയാകാമെന്നുള്ള സ്വപ്നം ഇനി വേണ്ട. അത് ഒഴിവാക്കി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അയാൾക്കൊരു രാഷ്ട്രീയ നേതാവിൻ്റെ പൊളിറ്റിക്കൽ സ്പേസ് ഇന്ത്യയിലുണ്ട്. അങ്ങനെ നടക്കട്ടെ. അങ്ങനെ നടക്കാൻ തീരുമാനിച്ചേ. ഞാൻ പറഞ്ഞു, ഒരു പൊളിറ്റിക്കൽ റിയാലിറ്റി എല്ലാം നമ്മുടെ രാഷ്ട്രീയ നേതാക്കളൊക്കെ മനസ്സിലാക്കേണ്ട ആവശ്യം. അത് മനസ്സിലാക്കി അവരതിനനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കുറേ അപകടങ്ങളിൽ നിന്ന് അവർക്ക്. ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഒരു ഇടതുപക്ഷ നിരീക്ഷകൻ എന്ന നിലയിൽ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? എന്തുകൊണ്ടാണ് ഇന്ത്യൻ ജനത കോൺഗ്രസിനെ ഇങ്ങനെ വെറുക്കുന്നത്? അല്ല, അതിൽ ഒന്നാമത്തെ ഘടകം എന്ന് പറഞ്ഞാൽ അഴിമതിയാണ്. എങ്ങനെയാണ് അവർ അധികാരത്തിൽ നിന്ന് പോയതെന്ന് ചോദിച്ചാൽ അതിഭീകരമായിട്ടുള്ള അഴിമതി കാണിച്ചാണ് അവർ അധികാരത്തിൽ നിന്ന് പുറത്തായത്. അവർ തിരിച്ച് വരണമെങ്കിൽ BJP അവരെപ്പോലെ തന്നെ അഴിമതി നടത്തുകയോ അതിനേക്കാളും മോശമാണ്. അങ്ങനെ വരുള്ളൂ. ഇവരുടെ നിർഭാഗ്യം നെഗറ്റീവ് പൊളിറ്റിക്സ് ആണ് എല്ലായിടത്തും ആക്ട് ചെയ്തുകൊണ്ടിരിക്കും. പോസിറ്റീവ് പൊളിറ്റിക്സ് കുറച്ച് ഒരു ഭരണകക്ഷി കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും വീണ്ടും അധികാരത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ പാഠമാണ് BJP നിരന്തരമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് പോസിറ്റീവായിട്ട് വർക്ക് ചെയ്താൽ മതി. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രോ ഇൻക്യുംബൻസി എന്ന് പറയുന്ന സാധനത്തിന് സാധ്യത കൂടുതലാണ്. ഒരിടക്ക് നമ്മളുടെ വോട്ടർമാരൊക്കെ ആംഗ്രി വോട്ടർമാരായിരുന്നു. ആ ആംഗ്രി വോട്ടർ ആണ് ഇപ്പോൾ ഡൽഹിയിൽ എന്ത് ചെയ്തിരിക്കുന്നത്, കേജ്രിവാളിനെ അടിച്ച് താഴെ ഇട്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധി ഒന്നെങ്കിൽ വിശ്രമിക്കുക, അല്ലെങ്കിൽ പട്ടായയ്ക്ക് പോവുക. അത് നല്ല നിർദ്ദേശമാണ്. അല്ലെങ്കിൽ കൃത്യമായിട്ട് അമേച്ചർ പൊളിറ്റിക്സ് ഒഴിവാക്കിയിട്ട് അയാൾ പ്രൊഫഷണൽ പൊളിറ്റീഷ്യനായിട്ട് മാറണം. ഈ പോസിബിലിറ്റീസിൽ മാത്രമാണ് മുന്നോട്ടുള്ള വഴി തുറന്നു കിട്ടുകയുള്ളൂ. അതങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്ക് പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യാം. പറ്റാത്ത കാര്യത്തിന് പോകാതിരിക്കാം. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.